ഹലോ മച്ചമരെ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. കളങ്കാവൽ 23 ദിനങ്ങൾ പിന്നിടുകയാണ്. ഇന്നും ബോക്സ് ഓഫീസിൽ വിപ്ലവകരമായ കളക്ഷൻ നേടി സിനിമ മുന്നോട്ട് പോവുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഇന്ന് ഷോ കൗണ്ടുകൾ കൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 100ഓളം ഷോകളിലേക്ക് കൂപ്പുകുത്തിയ സിനിമ ഇന്ന് 135-ന് മുകളിലുള്ള ഷോകൾ ട്രാക്ക് തന്നെ ചെയ്യപ്പെടുകയുണ്ടായി. അതിൽ തന്നെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം തന്നെ ഓറഞ്ച് മയം തന്നെയായിരുന്നു. എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം തന്നെ 135 ഷോകളിൽ നിന്ന് 5800-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ട്രാക്കേഴ്സ് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 22% ഒക്യുപ്പൻസിയിൽ 10 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. ഇന്നലെ ഫൈനലായി വന്നത് 10,37,000 രൂപ ആയിരുന്നു. 112 ഷോകളിൽ നിന്ന് ഇന്ന് ഇതുവരെ 10 ലക്ഷം രൂപ തന്നെ എത്താൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നും 20 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 37 കോടിയിലേക്ക് എത്തുന്നു. വേൾഡ് വൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ നല്ല ഒരു തൂക്ക് 7 കോടി കഴിയുന്നു. ഓവർസീസിൽ നിന്ന് സിനിമ 40 കോടിയും കടന്നിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ അതിഗംഭീരമായിട്ടുള്ള അതിമാസ്മരികമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് ഈ ഒരു സിനിമയിൽ കാണാനുള്ളത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ മമ്മൂട്ടി സിനിമകളിൽ കണ്ട ആ ഒരു മാസ്മരികതയുടെ മുകളിൽ നിൽക്കുന്ന ഒരു പീക്ക് ലെവൽ കഥാപാത്രമെന്ന് തന്നെ പറയാം. വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഇതിലുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മളൊക്കെ അവസാന ഘട്ടത്തിൽ ഈ ഒരു സിനിമയിൽ കണ്ടത് ഭ്രമയുഗത്തിലെ ആ ഒരു കൊടുമൺ പോറ്റി കടന്നു വരുമോ, അതൊക്കെ വിദഗ്ധമായിട്ട് മമ്മൂട്ടി ഒഴിവാക്കി പുതിയ ഒരാളെ മമ്മൂട്ടി അവിടെ അവതരിപ്പിച്ചു. ഇങ്ങനെ അവതരിപ്പിക്കാൻ വേറെ ഒരു നടനും കഴിയാറില്ല. പലപ്പോഴും നമ്മൾ മറ്റ് സൂപ്പർ താരങ്ങളിൽ കാണുന്നത് അവരുടെ ഇതിലും 100 കോടിയും 200 കോടിയും ഒക്കെ കിട്ടിയ ചിത്രങ്ങളുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ റിപ്പീറ്റേഷൻ കാണാറുണ്ട്. പണ്ട് മുരളി പറഞ്ഞ പോലെ, നടൻ മുരളി പറഞ്ഞ പോലെ, ആരാണോ മലയാളത്തിൽ ഒരുപാട് മികച്ച നടന്മാരുണ്ട്, പക്ഷേ ഞാൻ മികച്ച നടനായി കാണുന്നത് വേറെ ആരെയുമല്ല, ആരാണോ ഒരു സിനിമ അതായത് ഒരു സിനിമ ചെയ്ത് അടുത്ത സിനിമയിൽ അത് റിപ്പീറ്റ് ചെയ്യാത്തത്, അതായത് ആവർത്തനം ചെയ്യാതെ ചെയ്യുന്ന നടനാരോ അയാളാണ് മികച്ച നടൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിന്നും പറയാം മുരളിയുടെ ആ ഒരു വാക്കുകൾ അന്വർത്ഥമാവുകയാണ് മമ്മൂട്ടിയിലൂടെ. മമ്മൂട്ടി സിനിമകൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ കാണാറില്ല. ഒരേ ഭാവങ്ങളോ ഒരേ രീതികളോ മമ്മൂട്ടി സിനിമകൾ കാണാറില്ല. വ്യത്യസ്തതയുണ്ടാവും. വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.